നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് എവർക്കും സ്വാഗതം. FC ബാഴ്സലോണ വല്ലാത്തൊരു ഡിലമയിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ആര് ഗോൾ കീപ്പറായിട്ട് നിർത്തും? ഷെസ്നി മിന്നും ഫോമിലാണ്. പരിക്കേറ്റ മാർക്ക്-ആന്ദ്രേ ടെർ സ്റ്റെഗൻ ഫിറ്റായിട്ട് മടങ്ങിയെത്തിയിട്ടുമുണ്ട്. ഇനി എന്ത് ചെയ്യും? എന്നാലും ഈ സീസണിൽ ഷെസ്നി തന്നെ തുടരാനാണ് സാധ്യത. എന്നാൽ അടുത്ത സീസണിലേക്ക് ബാഴ്സലോണ മാർക്ക്-ആന്ദ്രേ ടെർ സ്റ്റെഗനെ ഫസ്റ്റ് ഗോൾ കീപ്പറാക്കും, ഷെസ്നിയെ സബ്സ്റ്റിറ്റ്യൂട്ടാക്കും, ഇനാക്കി പെനയെ കൗണ്ട് ചെയ്യുന്നേ ഇല്ല എന്നതാണ് ഇപ്പോൾ പുറത്തേക്ക് വരുന്ന വിവരം. സ്പോർട്ടാണ് ഇക്കാര്യം റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. വിശദമായിട്ട് റിപ്പോർട്ടിലേക്ക് പോകാം. ബാഴ്സലോണ ഡോൺ കൗണ്ട് ഓൺ ഇനാക്കി പെനയെ അവർ കൗണ്ട് ചെയ്യുന്നില്ല. അദ്ദേഹത്തിന് ഒരു വർഷത്തേക്ക് കൂടി, ഒരു സീസണിലേക്ക് കൂടി കോൺട്രാക്റ്റ് ഉണ്ട്. എന്നാൽ അടുത്ത സമ്മർ ട്രാൻസ്ഫർ വിൻഡോയിൽ ഫ്രീ ഏജൻ്റായിട്ട് ക്ലബ്ബ് വിടാൻ അദ്ദേഹത്തെ അനുവദിക്കും. അതാണ് ഇപ്പോൾ ബാഴ്സയുടെ ഒരു നീക്കം എന്ന് സ്പോർട്ട് റിപ്പോർട്ട് ചെയ്യുന്നു. കൂടാതെ ബാഴ്സലോണയുടെ അടുത്ത വർഷത്തേക്കുള്ള ഗോൾ കീപ്പിംഗ് പ്ലാൻ എന്ന് പറഞ്ഞാൽ ടെർ സ്റ്റെഗൻ ആസ് ദി സ്റ്റാർട്ടർ. ടെർ സ്റ്റെഗൻ ആയിരിക്കും ബാഴ്സലോണയുടെ മെയിൻ ഗോൾ കീപ്പർ, ഫസ്റ്റ് ഗോൾ കീപ്പർ, ഷെസ്നി ആസ് ദി സബ്സ്റ്റിറ്റ്യൂട്ട്. അങ്ങനെയായിരിക്കും അടുത്ത വർഷം ബാഴ്സലോണ കാര്യങ്ങൾ ചെയ്യുക എന്നുകൂടി സ്പോർട്ട് റിപ്പോർട്ട്. എന്തായാലും ഈ കാര്യങ്ങളൊക്കെ കൂടുതൽ വ്യക്തത വരേണ്ടതുണ്ട്. സ്വാഭാവികമാണ്, പരിക്കേറ്റ് ടെർ സ്റ്റെഗൻ പുറത്ത് പോയപ്പോഴാണ് വിരമിച്ചയാളെ ഷെസ്നിയെ കൊണ്ടുവന്നത്. അപ്പോൾ ടെർ സ്റ്റെഗൻ തൻ്റെ പരിക്കൊക്കെ മാറി മികവിലേക്ക് തിരിച്ചെത്തുമ്പോൾ അദ്ദേഹം ആ സ്ഥാനത്തേക്ക് വരിക എന്നുള്ളത് സ്വാഭാവികമായിട്ടും സംഭവിക്കുന്ന ഒന്നാണ്. വീഡിയോ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് എത്താം.